നമ്മുടെ സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആധുനിക കാലത്തെ സൈനിക ശക്തി എന്നത് വലിയ പീരങ്കികളോ കൂടുതൽ സൈനികരോ ഒന്നുമല്ല, മറിച്ച് ചിലവ് കുറഞ്ഞ ഉപകരണങ്ങളും ഉയർന്ന സാങ്കേതികതയും സംയോജിപ്പിക്കുന്നതാണ് യഥാർത്ഥ മുൻതൂക്കം നൽകുന്നത്. ഇത് ഏതൊരു ചെറിയ സൈന്യത്തെയും കരുത്തുള്ള ശത്രുവിനെ നേരിടാൻ സഹായിക്കും. പ്രതിരോധ ആധുനികവൽക്കരണ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അതുമാത്രമല്ല, സൈനികം, വ്യവസായം, അക്കാദമി തുടങ്ങിയ 3 തൂണുകളുടെ കൂട്ടായ്മയും വലിയ ബജറ്റും ചേർന്ന് സ്വദേശീയ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കുറഞ്ഞ ചെലവിലുള്ള ഉയർന്ന സാങ്കേതികതയുണ്ടെങ്കിൽ എത്ര ശക്തിയുള്ള ശത്രുവിനെയും തിരിച്ചടിക്കാം. ഇവിടെയാണ് ഇന്ത്യയുടെ മുൻതൂക്കവും. യുദ്ധത്തിലെ മുൻതൂക്കം ആയുധത്തിന്റെ എണ്ണമല്ല, അത് ശത്രുവിനേക്കാൾ വേഗത്തിൽ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന ആശയം സ്വദേശീയ ഉൽപ്പാദനത്തിനോ ചിലവ് കുറയ്ക്കലിനോ മാത്രമല്ല, ശത്രുവിനെ മറികടക്കാനുള്ള നിരന്തരമായ നവീകരണമാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് വാർഷികമായി 3 ലക്ഷം കോടി രൂപ എത്തുമെന്നാണ് പ്രതീക്ഷ. അതായത് 10% കൂടുതൽ വാർഷിക വളർച്ച. നിലവിൽ ഇന്ത്യയുടെ MiG-21 ബൈസൺ എയർക്രാഫ്റ്റുകളുടെ സ്ക്വാഡ്രണുകൾ വിരമിച്ചതോടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കരുത്ത് 60 വർഷത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. 42 സ്ക്വാഡ്രണുകൾ വേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 29 എണ്ണം മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് മാർക്ക് 1A ഈ വിടവ് നികത്താൻ വരികയാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും പ്രൈവറ്റ് പാർട്ട്ണർമാരുമായി ചേർന്ന് Mk1Aയുടെ ഉൽപ്പാദനം 2027ഓടെ 24 നിന്ന് 30ലേക്ക് വർദ്ധിപ്പിക്കും. ജനറൽ ഇലക്ട്രിക് എയറോസ്പേസിന്റെ എഞ്ചിൻ വിതരണവും ആയുധ പരീക്ഷണങ്ങളും പൂർത്തിയാകുന്നതോടെ ഒക്ടോബർ-ഡിസംബർ മാസങ്ങളിൽ ആദ്യ ബാച്ചായി 4 തേജസുകൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് എത്തും. ഇന്ത്യൻ എയർഫോഴ്സിന് ഈ സമയം അതിനിർണായകമാണ്. പരമാവധി ഉൽപ്പാദനശേഷി ഉപയോഗിച്ചാലും HALന്റെ ഔട്ട്പുട്ട് IAFന്റെ 35 മുതൽ 40 എന്ന പുതിയ ഫൈറ്ററുകളുടെ ആവശ്യത്തെ പൂർത്തീകരിക്കുന്നില്ല. അതിനാൽ പ്രൈവറ്റ് സെക്ടറിന്റെ പങ്ക് അനിവാര്യമാണ്. സ്വദേശീയ സിസ്റ്റങ്ങളുടെ ചിലവ് കുറവിന്റെ നേട്ടം ഇതിന്റെ പ്രധാന ആകർഷണമാണ്. 2021 83 തേജസ് Mk1Aകൾക്ക് 50,000 കോടി രൂപയുടെ കരാറാണ് ഉണ്ടാക്കിയത്. യൂണിറ്റ് 1-ന് 650 കോടി വെച്ച്. ഈ ഓഗസ്റ്റോടെ 97 എണ്ണത്തിന് കൂടി ഓർഡർ നൽകി. അതിന്റെ ചെലവ് യൂണിറ്റ് 1-ന് 617 കോടിയായി കുറഞ്ഞു. ഇതിനെ നമ്മുടെ 26 റഫാൽ EM ഫൈറ്ററുകളുമായി താരതമ്യം ചെയ്താൽ ഒരു റഫാലിന് വേണ്ടി നമ്മൾ ചെലവാക്കിയത് യൂണിറ്റ് 1-ന് 2340 കോടിയാണ്. അതായത് തേജസിന്റെ 4 ഇരട്ടിയോളം വില. തേജസും റഫാലും വ്യത്യസ്ത ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചിലവിലെ ഈ വ്യത്യാസം സ്വദേശീയ ജെറ്റുകളെ ആകർഷകമാക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വ്യത്യാസം ജെറ്റുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. മിസൈൽ സിസ്റ്റങ്ങളിലും ഇതേ ലോജിക് പിന്തുടരുന്നു. ഒന്നിലധികം ടാർഗറ്റുകൾ ഒരേ സമയം ലക്ഷ്യം വയ്ക്കാവുന്ന നമ്മുടെ അക്ഷയ് മിസൈലുകൾ ഓരോന്നിനും 2.5 കോടി ചെലവ് മാത്രമുള്ളപ്പോൾ ഇതേ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ ഒരെണ്ണത്തിന് 65 മുതൽ 70 കോടി വരെ നൽകണം. ഇനി റഷ്യയുടെ S-400 ആണെങ്കിൽ 420 കോടിയോളം നൽകണം. 2018 നമ്മുടെ പ്രതിരോധ മന്ത്രാലയം കണക്കാക്കിയതനുസരിച്ച് അക്ഷയ് മിസൈലിന്റെ ഓർഡറുകളിലൂടെ മാത്രം 35,000 കോടി രൂപയുടെ വിദേശ നാണ്യം ലാഭിക്കാൻ സാധിച്ചു. ഇനി നമ്മുടെ പിനാക്ക റോക്കറ്റിന്റെ കാര്യമെടുത്താൽ യൂണിറ്റ് 1-ന് 2.25 കോടി രൂപ. അതേ സ്ഥാനത്ത് അമേരിക്കയുടെ ഹൈമാർസിന് കൊടുക്കേണ്ടി വരുന്നത് 100 മുതൽ 150 കോടി വരെ. നാവിക പ്ലാറ്റ്ഫോമുകളുടെ കാര്യത്തിലേക്ക് വന്നാലും സ്ഥിതി വ്യത്യസ്തമല്ല. അടുത്തിടെ കഴിഞ്ഞ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ആത്മവിശ്വാസത്തിന്റെ വിജയകരമായ പരീക്ഷണമായിരുന്നു. അക്ഷയ്, D4, ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ, ലോയ്റ്റനിങ് മ്യൂണിഷനുകൾ, സ്വദേശീയ സംഭവ് കമ്മ്യൂണിക്കേഷൻസ് എന്നിവയെല്ലാം ചേർന്ന് പല സ്വദേശീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച ആത്മനിർഭർ അധിഷ്ഠിതമായ യുദ്ധമായിരുന്നു. ഇതുകൂടാതെ 2024-25 ഇതുവരെ പ്രതിരോധ ഉപകരണങ്ങളുടെ ഉൽപ്പാദനം 18% വളർച്ചയോടെ 1.5 ലക്ഷം കോടിക്ക് മുകളിലെത്തി. അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 90% വളർച്ച. ഇനി കയറ്റുമതിയാണെങ്കിൽ 12% വളർച്ചയോടെ 24,000 കോടി രൂപയിലെത്തി. 2029ഓടെ 50,000 കോടിയുടെ കയറ്റുമതിയാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ചേർന്ന ഒരു നിശബ്ദമായ പക്ഷേ നിർണായകമായ മാറ്റമാണ് ഇന്ത്യക്കുണ്ടായത്. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ.